ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ ലാസ്റ്റ് ഒരു 3 ടോപ്പിക് കൂടി വരുന്നുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോവാണ്. 3 ടോപ്പിക്കുകൾ പറയും ബേസ് ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ സ്പ്ലൈസിങ്ങും ഡീഫ്ലേറ്റിങ്ങും ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡീഫ്ലേറ്റിംഗ് ആണ്. ഡീഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഇഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരേപോലെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇൻഡെക്സ് നമ്പറിൽ. പർച്ചേസിങ് പവർ, അതായത് പ്രൈസ് ലെവൽ കൂടുന്തോറും എന്താണ് പർച്ചേസിങ് പവർ ഓഫ് മണി എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒരേ ലെവലിലാക്കി കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം ആ ഒരു പർച്ചേസിങ് പവർ ഓഫ് മണി എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞത്. അതായത് 1/പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിയൽ വേജ്, അതായത് വാല്യൂ ഓഫ് മണി ഗോസ് ഡൗൺ വിത്ത് റൈസിങ് പ്രൈസസ്. ദ വർക്കേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോട്ട് ഇൻ ഹൗ മച്ച് ദേ ഏൺ ബട്ട് ഹൗ മച്ച് ദെയർ വേജ് വിൽ ബൈ. അതായത് റിയൽ വേജ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. റിയൽ വേജ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പം മണി വാല്യൂ കുറഞ്ഞു പോകുമ്പം, പ്രൈസ് ഇങ്ങനെ കൂടുന്തോറും മണി വാല്യൂ കുറയുമ്പോൾ വർക്കേഴ്സിനൊക്കെ എന്താ യാതൊരു താല്പര്യം. കാരണം എത്ര രൂപ അവർ ഏൺ ചെയ്യുന്നു എന്നുള്ളതെല്ലാം അവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിൽ എത്രത്തോളം വേജ് വേണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു റിയൽ വേജ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ റിയൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് കറണ്ട് ക്യാഷ് വേജ്. ഇപ്പോൾ എത്രയാണോ ക്യാഷ് വേജ് ഉള്ളത് ഡിവൈഡഡ് ബൈ കറണ്ട് പ്രൈസ് ഇൻഡെക്സ് എടുത്തിട്ട് ഇൻറ്റു 100 കൊണ്ട് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. Given below are the price index for number of years. Find the purchasing power of money for the years. അപ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. വർഷങ്ങൾ 2005, 6, 7, 8 തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പോൾ പർച്ചേസിങ് പവർ ഓഫ് മണി കാണണമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 1/, പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ആണ്. അപ്പോൾ 2005 പ്രൈസ് ഇൻഡെക്സ് എത്രയാണ്? 100 ആണുള്ളത്. അപ്പം നമ്മുടെ ഇക്വേഷൻ പ്രകാരം എഴുതുകയാണെങ്കിൽ എന്ത് വരും? 1/100 × 100, അതായത് 1 രൂപ എന്നുള്ള കണക്കിലാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള വർഷത്തിൽ ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് പറയുന്ന ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ മണി വേജസ് ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ ബേസ്ഡ് ഓൺ 2002. കാൽക്കുലേറ്റ് ദ റിയൽ വേജസ്. ഇവിടെ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, 2002 മുതൽ 2008 വരെ തന്നിട്ടുണ്ട്. അവിടെയുള്ള വേജസ് തന്നിട്ടുണ്ട്, അതേപോലെ ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ട്. അവിടെ റിയൽ വേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ റിയൽ വേജിൻ്റെ കാൽക്കുലേഷൻസ് പഠിച്ചില്ലേ? കറണ്ട് ക്യാഷ് വേജ് എന്നുള്ളത്, ആ വേജ് ഡിവൈഡ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100. അങ്ങനെ ആയിരിക്കുമ്പോൾ 2002 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 65 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അടുത്തത് 70/110 ഇൻറ്റു 100. ആ റേഞ്ചിലാണ് അത് ചെയ്യേണ്ടത്. അവിടെ ഇയർ തന്നിട്ടുണ്ട്, വേജസ് എഴുതി, ഇൻഡെക്സ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഡീഫ്ലേറ്റഡ് മണി ഓർ റിയൽ വേജസ് അറിയണമെങ്കിൽ നമ്മൾ ആ വേജ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100 ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നതും ഇവിടെ ഇയർ തന്നിട്ടുണ്ട്, ഇൻഡെക്സ് തന്നിട്ടുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ട്. അവിടെ ഇൻഡെക്സ് ഓഫ് റിയൽ ഏർണിങ്സ് അറിയണമെങ്കിൽ ആ ഇൻഡെക്സ് മണി വേജസ് ഡിവൈഡ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100 ആണ്. 1999 100 ഇൻഡെക്സ്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് ഓഫ് റിയൽ ഏർണിങ്സ് എന്ന് പറയുന്നത് 100/100 ഇൻറ്റു 100 ആണ് വരുന്നത്. അപ്പോൾ 100 തന്നെയാണ് ആൻസർ വരുന്നത്. 2000 പറയുമ്പോൾ 107 ഇൻഡെക്സ് വരുന്നത്, 98.1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ 107/98.1 ഇൻറ്റു 100 തന്നെയാണ്. നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെയാണ്, സെയിം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു വർക്കേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ടൗൺ ഇൻ ഗിവൺ ഐറ്റംസ് കൺസ്യൂം ചെയ്യാൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 98 ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നുണ്ട്. 2008 വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോർഷനും തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഓൺ ദ ഐറ്റംസ്, ഓരോ ഐറ്റത്തിനും എത്ര പ്രപ്പോർഷനാണ് നമ്മൾ ചിലവാക്കുന്നത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസിന് 52%, ക്ലോത്തിങ്ങിന് 8% പറഞ്ഞിട്ട് ചിലവാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജ് വേജ് പെർ മന്ത് ഇൻ 98 ആവറേജ് വേജ് എന്ന് പറയുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വേജ് പെർ വർക്കർ പെർ മന്ത് ഇൻ 2008 ദാറ്റ് ഡൗൺ സോ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ വർക്കർ ഡസ് നോട്ട് ഫോൾ ബിലോ ദ 98 ലെവൽ. അവിടെ ഐറ്റംസ് തന്നിട്ടുണ്ട്, നമുക്കതുപോലെ തന്നെ ആ ഒരു 2008 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കാണേണ്ടതെന്ന് പറയുന്നത് വെയിറ്റ് ആണ്. 52% വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക. ഐറ്റംസും ഇൻഡെക്സും വെയിറ്റേജും ആണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. അത് അതേപോലെ തന്നെ 3 കോളായിട്ട് തന്നെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്.
പിന്നെ ഐയും വിയും കിട്ടിക്കഴിഞ്ഞാൽ ഐ വി ജസ്റ്റ് ഇൻറ്റു ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് സിഗ്മ ഐ വി ഡിവൈഡ് ബൈ സിഗ്മ വി ആണ്. ടോട്ടൽ നമ്മൾ എഴുതിയെടുക്കുമ്പം 205.5 ആണ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വാട്ട് ഷുഡ് ബി ദ ആവറേജ് വേജ് പെർ വർക്കർ പെർ മന്ത് ഇൻ 2008 ഒരു വർക്കർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിക്വയർഡ് ആവറേജ് വേജ് എത്ര വേണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 200 എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വേജ് പെർ 98 ഒരു മാസത്തിൽ വരുന്ന ആവറേജ് വേജ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 2008 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ ഇപ്പം നമുക്ക് ചെയ്ത് കിട്ടിയതാണല്ലോ ഇൻഡെക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 200/100 ഇൻറ്റു 205.5. അപ്പം 411 രൂപയാണ് 2008 വരുന്ന ഒരു ആവറേജ് വേജ് എന്ന് പറയുന്ന ഒരു വർക്കർക്ക് വരുന്നത്. ഇനി ഇത്രയാണ് ഡീഫ്ലേറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇത് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യും, ന്യൂ ആൻഡ് ഓൾഡ് ഇൻഡെക്സ് നമ്പേഴ്സ് തമ്മിൽ കമ്പാരിസൺ ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യുക. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ ഒരൊറ്റ സീരീസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 വർഷത്തെ എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന ഇൻഡെക്സ് നമ്പർ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ കോർത്തിണക്കി ഒരൊറ്റ ലെവലിലേക്ക് ആക്കി കൊണ്ടുവരുന്നതിനാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സീരീസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, 80 മുതൽ 90 വരെ. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 80 ആയിരിക്കും എൻ്റെ ബേസ് ആയിട്ട്. ഇനി വേറൊരു സീരീസ് ഉണ്ട് 85 to 95 ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ വരുന്ന ബേസ് 85 ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു അടുത്ത് വേറൊരു സീരീസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് സീരീസിനെ ഒരു 1980 വെച്ചിട്ട് തന്നെ ഒരു കമ്പൈൻ ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പുതിയതായിട്ടൊരു സീരീസ് അവിടെ കിട്ടുന്നു. ബേസ് ഇയർ ഫസ്റ്റ് കേസിൽ 18, സെക്കൻഡ് കേസിൽ 85 ആണ്. അപ്പോൾ സ്പ്ലൈസിങ് പോസിബിൾ ആവുന്ന എപ്പോൾ മാത്രമാണ്, ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഓവർലാപ്പിംഗ് ഇയർ വരുമ്പോൾ മാത്രമാണ് അത് പോസിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇൻഡെക്സ് നമ്പറും ന്യൂ ഇൻഡെക്സ് നമ്പറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുകൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്ലൈസിങ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഇൻഡെക്സ് നമ്പർ വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 1980 ആസ് ദ ബേസ് ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു 96. 80 ആണ് ബേസ് ഇയർ, 96 വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 1980 മുതൽ 96 വരെയാണ് ഒന്നാമത്തെ ഒരു ഇൻഡെക്സ് നമ്പർ തന്നിരിക്കുന്നത്, ബേസ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത കേസിൽ എന്ന് പറയുമ്പോൾ 96 മുതലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ ദസ് ഒബ്റ്റൈൻഡ് വിത്ത് 96 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 96ന് ശേഷമുള്ളത് നമുക്ക് രണ്ടാമത്തെ ഒരു സീരീസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്പ്ലൈസ് ദ ഇൻഡെക്സ് നമ്പർ 2 ടു ദ ഇൻഡെക്സ് 1. അപ്പോൾ സ്പ്ലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഓൾഡ് ഇൻഡെക്സ് ഓഫ് ന്യൂ ബേസ് ഇയർ, പുതിയ ബേസ് ഇയറിൻ്റെ പഴയ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇൻഡെക്സ് ഓഫ് കറണ്ട് ഇയർ. കറണ്ട് ഇയറിലെ ഇൻഡെക്സ് കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. പഴയ ബേസ് ഇയറിൻ്റെ ഓൾഡ് ഇൻഡെക്സ് ബൈ 100 ഇൻറ്റു പുതിയ വർഷത്തെ ഇൻഡെക്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ന്യൂ ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻഡെക്സ് നമ്പർ 96 ആണ്, വിത്ത് 1980 ആസ് ദ ബേസ് 150 ആണ്. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1980 എന്ന് പറയുമ്പോൾ 100 വന്നു. നെക്സ്റ്റ് 81 105 ആണ്. അങ്ങനെ ഓരോ വർഷത്തിൽ നമുക്കിവിടെ തന്ന 96 വരെയുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 96 വരെയുള്ളത് അതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ അതുപോലെ തന്നെ എഴുതി. അടുത്ത ശേഷം 97 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്, 150/100 ഇൻറ്റു 120 ആണ് നമുക്കവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ 150 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് 96ൽ കിട്ടിയതാണ് അല്ലേ. അത് ഡിവൈഡ് ബൈ 100 ഇൻറ്റു പിന്നെ പുതിയ 97, 98, 2000 കിട്ടിയത് 120, 140, 150 ഒക്കെയാണ്. അത് വെച്ചാണ് നമ്മൾ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ടോ?
100, 120, 140, 150. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 150നെയാണ് ബേസ് ആക്കി എടുത്തുകൊണ്ട് 150/100 × 120 അങ്ങനെയാണ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പ്ലൈസിങ്ങിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം തരുന്ന ഇപ്പോൾ കണ്ടോ 2 വർഷങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു 2 സീരീസ് തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചത്. 80 മുതൽ 96 വരെ ഓൾറെഡി തന്നു, പക്ഷെ 97 ആയപ്പം അവിടെ ചേഞ്ചായി. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ കൺവേർട്ട് ചെയ്തു എന്നുള്ളത് പറയുന്നത് 150 തന്നെ ലാസ്റ്റ് 96 മുതൽ 150നെ വെച്ചുകൊണ്ട് 100 താഴെ അതിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണല്ലോ 100 × ഇൻഡെക്സ് ഓഫ് ദ കറണ്ട് ഇയർ, കറണ്ട് ഇയറിലെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 96ൽ 150 ആണ്, അവിടെ നിന്ന് അടുത്ത സീരീസ് 96 സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 150 മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 150/100 × 120 ആണ്. അടുത്തതിൽ 150/100 × 140 ആണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബേസ് ഷിഫ്റ്റിംഗ് ആണ്. ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ് നമ്പറിൽ ബേസ് ചേഞ്ച് ചെയ്യുക. ഈ ഒരു ചേഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ചേഞ്ച് ഈസ് റെഫേർഡ് ടു ആസ് ഷിഫ്റ്റിംഗ് ദ ബേസ്. അപ്പോൾ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബേസ് ഇയർ, ഒരു സീരീസിൻ്റെ ഇൻഡെക്സ് നമ്പറിൽ തന്നിരിക്കുന്ന ഒരു സീരീസിൻ്റെ ബേസിനെ നമ്മൾ വേറൊരു ഇൻഡെക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു പുതിയ ബേസോട് കൂടിയിട്ട് പുതിയൊരു ഇൻഡെക്സ് നമ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഷിഫ്റ്റിംഗ് നടത്തുന്നത്? അതിന് റീസൺ എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബേസ് ഇയർ ഈസ് ടു ഫാർ അവേ ഫ്രം ദ കറണ്ട് ഇയർ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് അൺസ്യൂട്ടബിൾ. അപ്പം നമ്മളൊരു ഇൻഡെക്സ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് 1990 പ്രൈസും 2020 പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വർഷങ്ങളുടെ മാറ്റം വന്നു അല്ലേ? അങ്ങനെ വരുമ്പം ആ ഒരു കമ്പാരിസൺ മീനിങ്ലെസ് ആണ്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം അത്രയും പെട്ടെന്നാണ് ഓരോ ചേഞ്ചസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ ബേസ് ഷിഫ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ രണ്ടാമത്തെ പറയുമ്പം 2 സീരീസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ, ആ കമ്പാരിസൺ ഒരു മീനിങ് ഫുൾ ആണെങ്കിൽ ആ 2 ഇൻഡെക്സ് നമ്പേഴ്സ് തമ്മിൽ ഒരു കോമൺ ബേസിലേക്ക് വരണം, എന്നാൽ മാത്രമാണ് അത് സാധ്യമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ബേസ് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ബേസ് ഷിഫ്റ്റിങ്ങിന് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വർഷത്തെ ഇൻഡെക്സ് നമ്പർ ഡിവൈഡ് ബൈ അതിൻ്റെ ബേസ് ഇയർ × 100 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 90ത്തെ അതാണ് അവർ ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത്, അത് 100 ആണെന്ന് പറയുന്നുണ്ട്. അതിനെ നമ്മൾ 2005ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ദ ബേസ് ടു 2005ലേക്കാണ്, 90നെ 2005ലേക്ക്. അപ്പോൾ 15 വർഷത്തെ ഒരു ഗ്യാപ്പാണ് അവിടെ വരുന്നത്. അപ്പോൾ 2000, 2001 പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇയേഴ്സ് തന്നിട്ടുണ്ട്, അതിന് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ തന്ന വർഷം എഴുതി, പിന്നെ ഗിവൺ ഇൻഡെക്സ് 1990 ആയിട്ടാണ്, അത് 100 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2005ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പുതിയ ഇൻഡെക്സും 2005 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നോക്കൂ. 2000ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് 215 ആണ്. അപ്പോൾ 215 ഡിവൈഡഡ് ബൈ 420. എന്തിനാണ് ഈ 420ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? കാരണം നിങ്ങൾ ആ ഇയർ നോക്കുമ്പോൾ 2005 എന്നുള്ള ഇയർ കണ്ടോ, ആ ഇയറിൻ്റെ താഴെ വന്ന ഇൻഡെക്സ് എത്രയാണ്? 420 ആണ്. അപ്പോൾ 1990 നമ്മൾ 2005ലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓരോ വർഷത്തെ ഇൻഡെക്സ് എന്താണോ ആ ഇൻഡെക്സ് ഡിവൈഡ് ബൈ ഏതിലേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് ഇൻഡെക്സ് × 100. അത്രയേ ഉള്ളൂ ബേസ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 2001 എന്ന് പറയുമ്പോൾ 300 ആണ്. 300നെ നമ്മൾ 420 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ഓരോ വർഷത്തെയാണ് അവിടെ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും 420 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ബേസ് ഷിഫ്റ്റിംഗ് എന്നുകൊണ്ടുള്ള കാര്യത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇവിടെ പറഞ്ഞ ഇത് ഇൻഡെക്സ് 100 × 2001 100 ആണ്. അത് 4% 2002 കൂടിയിട്ടുണ്ട്, 6% 2003 കുറഞ്ഞിട്ടുണ്ട്, 4% 2004 കുറഞ്ഞിട്ടുണ്ട്, 3% 2005 കൂടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന 5 years with 2003 ആസ് ദ ബേസ് ആയിട്ട് എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ഓരോ പെർസെൻറ്റേജ് കൂടി കുറഞ്ഞൊന്നുമില്ലല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ഇയർ എഴുതി ഓരോ വർഷത്തെയും ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 2001 100 ആണ്, ഇനി 2003 എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആദ്യത്തേത് 100 തന്നെയാണ്. 2002 വരുമ്പോൾ 100 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100 ചെയ്യുന്നത്. അപ്പോൾ 104 വരുന്നത്. പിന്നെ 104 ഇൻറ്റു 94 ഡിവൈഡ് ബൈ 100 ആണ്. കാരണം ഈ 104ഉം 94 കിട്ടിയത് എങ്ങനെയാണ്? നമ്മളോട് പറഞ്ഞല്ലോ ഇത്ര പെർസെൻറ്റേജ് കൂടി, ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞു. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. 2002 നമ്മൾ ചെയ്തിരിക്കുന്നത് ബേസ് 100 അല്ലേ? 100 ഇൻറ്റു 104 ബൈ 100. എങ്ങനെയാണ് 100 ഇൻറ്റു 104 എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. 2001 100 അത് 2002 ആയപ്പോൾ 4% കൂടി എന്ന് പറയുമ്പോൾ 100ൻ്റെ 4% എന്ന് പറയുന്നത് എത്രയാണ്? 104 വരുന്നത് അല്ലേ? 100 4% പറഞ്ഞാൽ 4. അപ്പോൾ 100 + 4 104 അങ്ങനെ കൂടി എന്നുള്ളതാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കൂടിയതാണ് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് എടുത്തത്. ആ 104 ഇൻറ്റു അടുത്ത വർഷം കുറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോൾ 94 ഡിവൈഡഡ് ബൈ 100. നെക്സ്റ്റ് ഇയർ വീണ്ടും ആ കിട്ടിയതിൻ്റെ ആൻസർ ഇൻറ്റു അടുത്ത വർഷത്തെ എത്രയാണോ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നോക്കിയിട്ട് അത് ഡിവൈഡ് ബൈ 100. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2003 94 കിട്ടിയത് ഇവിടെ ശ്രദ്ധിക്കുക. 2003 6% കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഫോൾ 6% ഇൻ 2003. അപ്പോൾ 100ൻ്റെ 6% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക 100ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര? 94 വരുന്നത്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. 100ൽ നിന്ന് അങ്ങനെയാണ് ഓരോ പോയിന്റും കിട്ടിയിരിക്കുന്നത്. ഇനി ഇപ്പം 2001 ഇൻഡെക്സ് ബേസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 2003 കൺവേർട്ട് ചെയ്യാൻ പറയുമ്പം ആദ്യത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണല്ലോ. 100 ഡിവൈഡ് ബൈ 97.96 ഇൻറ്റു 100 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 102.3 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് 100 ഏത് വർഷത്തേക്കാണ് ആക്കുക? അപ്പോൾ 2003 കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ 2003ൻ്റെ ഇൻഡെക്സ് നോക്കുക. 97.76 ആ 97.76 കൊണ്ടാണ് ഓരോ വർഷത്തെ ഇൻഡെക്സിന് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ കേസിൽ 100 100 ഡിവൈഡ് ബൈ 97.96 ഇൻറ്റു 100 ചെയ്തു. രണ്ടാമത്തെ കേസിൽ വീണ്ടും 100 ബൈ 97.96 ഇൻറ്റു 104 വരുന്നത്. ഈക്വൽ ടു 106.38. മൂന്നാമത്തേൽ നമുക്ക് ഉത്തരം 100 ഓൾറെഡി തന്നിട്ടുണ്ട്. 2003 ബേസ് 100 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എഴുതി. നാലാമത്തേക്ക് വരുമ്പോൾ വീണ്ടും എല്ലാം 100 കൊണ്ടാണ് കേട്ടോ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 97.96 ഇത് കോമൺ ആണ് ഇൻറ്റു ആ വർഷത്തെ 2001 ആ സമയത്തുള്ള ഇൻഡെക്സ് 93.85 ആണ്. അത് ഇൻറ്റു ചെയ്തു. പിന്നെ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ വീണ്ടും 100 ബൈ 97.96 ഇൻറ്റു 2005 96.67 ആണ് കിട്ടിയിരിക്കുന്നത്. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക 98.2. അപ്പോൾ ഇതാണ് ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഡീഫ്ലേറ്റിങ്ങും ബേസ് ഷിഫ്റ്റിങ്ങും അതേപോലെ തന്നെ സ്പ്ലൈസിങ്ങും ഒക്കെ എന്താണെന്നുള്ളതും അത് വന്നാൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലം എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതുവരെ അത് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ക്യൂട്ടി എടുത്ത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പരമാവധി ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോന്നൊക്കെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ ഇൻഡെക്സ് നമ്പർ എന്നുള്ള ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള എപ്പോഴും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നിന്നൊക്കെ തന്നെ അധികം ചോദിച്ചു കണ്ടിരിക്കുന്നതും അതുപോലെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതൊക്കെ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് ലാസ്റ്റ് പേയേഴ്സും പാസ്റ്റേഴ്സും കെല്ലീസും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫിഷർ ഇൻഡെക്സ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അധികവും. ആ ഒരു മോഡലൊക്കെയാണ്. പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ വന്നു കണ്ടിട്ടുണ്ട്. അത്ര മാത്രമാണ് ഇൻഡെക്സ് നമ്പർ നമുക്ക് എപ്പോഴും. അതിപ്പോൾ ഒരു 5 മാർക്കിനും ചോദിക്കാം. എസ് എ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ധാരാളം ചോദിക്കാം. ഇതിൻ്റെ തിയറിയും ഒട്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കേണ്ട. തിയറിയിൽ നിന്നും ആ ഒരു ഞാനന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ തിയറി പോർഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എസ് എ ആയിട്ടും അതുപോലെ 5 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദ്യം വരാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ തന്നെ അത് പഠിക്കുക. അതേപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങൾക്കിത് ഒരു ഹെൽപ്ഫുള്ളാണ് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 പോയിന്റ് ഇപ്പോൾ പറഞ്ഞ അത്ര വലുതായിട്ടൊന്നും നമുക്കിവിടെ പഠിക്കാനില്ല. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ജസ്റ്റ് എല്ലാറ്റിൻ്റെയും 1-2 പോയിന്റുകൾ പറഞ്ഞു തരാൻ കാരണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് അല്ലെങ്കിൽ എങ്ങനെ അത് കിട്ടി
എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു ഹെൽപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളൂ. അത്ര മാത്രമേ അതിൽ വരുന്നുള്ളൂ. എങ്ങനെ ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ട മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ അതിൻ്റെ റെസ്പോൺസ് നിങ്ങളുടെ നിന്ന് കിട്ടുന്നത് ഈ രൂപത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നന്നായിട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നതും ഇതിലൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക്